സോ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് മെയിനായിട്ട് നമ്മളൊന്ന് നോക്കുന്നത് ഒരു റെവല്യൂഷൻ ഓഫ് ഇ വിനെ കുറിച്ചും അതുപോലെ എന്താ പറയുക ഒരു എങ്ങനെയാണ് ഒരു ഹിസ്റ്ററി ഓഫ് ഇ വി അതുപോലെ എങ്ങനെയാണ് ഒരു ഇ വി എങ്ങനെയാണ് ഇവല്യൂട്ട് ആയി വന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നോക്കാം ഹിസ്റ്ററി ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് നോക്കാം. സോ ഹിസ്റ്ററി ഓഫ് ഇവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് നോക്കാം. ഓക്കെ, സോറി, ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു ഐ സി എഞ്ചിനും ഇ വിയും വെച്ച് നോക്കുമ്പോൾ എന്താണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്? ഒരു ഐ സി എഞ്ചിനെ വെച്ച് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ സി എഞ്ചിൻ നിങ്ങൾക്ക് അറിയാം എഞ്ചിനാണ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഒരു എഞ്ചിനായിരിക്കും മെയിനായിട്ട് ഐ സി എഞ്ചിന് വെച്ച് നോക്കുമ്പോൾ. അത് എഞ്ചിൻ പല ടൈപ്പ് ഉണ്ട്, യൂസ് ചെയ്യുന്ന ഫ്യൂവലിന് അനുസരിച്ച് മാറ്റം വരാം, അതേപോലെ എഞ്ചിനിൽ വരുന്ന മാറ്റങ്ങളാവാം. അങ്ങനെയൊക്കെ രീതിയിൽ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഐ സി എഞ്ചിൻസ് നമ്മൾ ഡിഫറെൻ്റ് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഐ സി എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വണ്ടി മൂവ് ചെയ്യുന്നത് മെയിനായിട്ട് എന്താണ്, ഈ ഐ സി എഞ്ചിന് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഈ ഐ സി എഞ്ചിനിലെ പ്രൊപ്പൽഷനാണ് എന്ത് മെയിനായിട്ട്, പവറാണ് എന്ത് മെയിനായിട്ട് ഈ വീലിലേക്ക് ഡ്രൈവ് പോകുന്നത് അല്ലേ. പക്ഷേ ഒരു ഇ വിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ആ ഇ വിയിൽ മെയിനായിട്ട് ആ ഒരു മൂവ്മെന്റിനെ സഹായിക്കുന്ന ആരാണ്? ഇവിടെ ആ ഒരു ബാറ്ററിയും അതുപോലെ എന്തായിരിക്കും, മോട്ടറും ആയിരിക്കും. ഓക്കെ ഓക്കെ സോ ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ സ്ക്രീൻ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊപ്പൽഷന് വേണ്ടി സഹായിക്കുന്ന ആരാണ്? ഇലക്ട്രിക് മോട്ടറും അതുപോലെ ഇലക്ട്രിക് മോട്ടറിലേക്ക് പവർ കൊടുക്കുന്ന ആരാണ്? നമ്മുടെ ബാറ്ററിയാണ്. ഓക്കെ, സോ മോട്ടർ ഫോർ ദ പ്രൊപ്പൽഷൻ ഈ കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് കാർസിന്, ഇലക്ട്രിക് ട്രെയിൻ, ഇലക്ട്രിക് ലോറീസ്, എയറോപ്ലെയിൻ, പല കാര്യങ്ങൾ പല രീതികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ സോ ഇനി നമുക്ക് കുറച്ച്, അതായത് മെയിനായിട്ട് എന്താ പറയുക, ഒരു ഇലക്ട്രിക് പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് സഹായിക്കുമ്പം മെയിനായിട്ട് നമ്മളെ ഈ ഇതിലൊരു സഹായിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മളെ മെയിനായിട്ട് ഒരു പയർ ഇന്നോവേഷൻ എന്ന രീതിയിൽ ഒരു നെടുന്തൂണായി നിന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളിലാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത് 1828 ഹംഗേറിയൻ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് മോട്ടർ, ചെറിയ സ്മോൾ ഇലക്ട്രിക് കാറുകൾ മോഡലിനൊക്കെ ഈ ഇലക്ട്രിക് മോട്ടർ കണ്ടെത്തിയത് ആരായിരുന്നു? ഈ ഹംഗേറിയൻ സയന്റിസ്റ്റ് ആയിരുന്നു. അന്നേരം ആ ഒരു സമയത്ത് അയാൾ കണ്ടെത്തിയ ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ ഒരു സാമ്പിളാണ് ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്, റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ കാണാൻ പറ്റുന്നത്. സോ ഇതായിരുന്നു അന്നത്തെ കാലത്ത് നമ്മൾ കണ്ടെത്തിയ എന്താണ്, ഇലക്ട്രിക് മോട്ടർ. പിന്നെ ഈ 1832 1839 കാലയളവിൽ ഓക്കെ റോബർട്ട് ആൻഡേഴ്സൺ, അതായത് സ്കോട്ട്ലൻഡ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ആൻഡേഴ്സൺ ആണ് ആദ്യമായിട്ട് ഫസ്റ്റ് ക്രൂഡ് ഇലക്ട്രിക് കാരേജ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അത് എങ്ങനെയായിരുന്നു? അന്ന് പ്രൈമറി സെല്ലുകളായിരുന്നു യൂസ് ചെയ്തത്. അതായത് പ്രൈമറി സെൽ എന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകൾ. ഓക്കെ, സോ നോൺ റീചാർജബിൾ ആയിട്ടുള്ള പ്രൈമറി സെല്ല് ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ക്രൂഡ് ആയിരുന്നു ആദ്യം കൊണ്ടുവന്നത് ഈ 1832 കാലങ്ങളിൽ 1839 കാലങ്ങളിൽ വരെ എന്തായിരുന്നു, ഇതായിരുന്നു മെയിനായിട്ട് സ്കോട്ട്ലൻഡിൽ വന്നിരുന്നു. ഓക്കെ, സോ അതിനുശേഷം 1834 തോമസ് ഡെവൻപോർട്ട് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് അമേരിക്കൻ DC ഇലക്ട്രിക് മോട്ടർ എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. അയാളുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ഇലക്ട്രിക് പ്രൊപ്പൽഷനെ സഹായിച്ചതും. അതുപോലെ ബാക്കിയുള്ള പല അപ്ലിക്കേഷനും കാര്യങ്ങളിലേക്കും ഇയാളുടെ ഒരു കണ്ടുപിടുത്തമായിരുന്നു എന്ത് ചെയ്ത് മെയിനായിട്ട് നെടുന്തൂണായി നിന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 1835 കാലയളവിൽ പ്രൊഫസർ സുബ്രാൻഡസ് ആണ് എന്ത് ചെയ്തത്, ഈ ഒരു ചെറിയൊരു രീതിയിൽ എന്ത് ചെയ്തത്, അതായത് പവേർഡ് ആയിട്ടുള്ള നോൺ റീചാർജബിൾ പ്രൈമറി സെല്ല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് ചെറിയ സ്മാൾ സ്കെയിൽ ഇലക്ട്രിക്കൽ കാറുകളെല്ലാം എന്ത് ചെയ്തത് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ക്രിസ്റ്റഫർ ബെക്കറിന്റെയും ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെ ഇയാൾ എന്ത് ചെയ്ത് ഈ പ്രൊഫസർ സെറബനസ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ചെറിയൊരു സ്മാൾ സ്കെയിൽ ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവന്നത്. കാർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു 3 വീലർ ചെറിയൊരു വെഹിക്കിൾ പോലെ കൊണ്ടുവന്നത് അയാളായിരുന്നു. ഓക്കെ, സോ പിന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ പിന്നീട് വന്ന കുറച്ച് അഡ്വാൻസ്മെന്റ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം എന്തായി, കുറച്ച്
ഇൻവെൻഷനുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. 1800 1900 വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് കാറുകളിലെല്ലാം എന്താ പറയുക ഇന്നോവേഷൻസ് വരുന്നത്. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ DC മോട്ടറിൽ വരുന്ന ഇന്നോവേഷൻസ്, ബാറ്ററീസിൽ വരുന്ന ഇന്നോവേഷൻസ്, ടെക്നോളജീസിൽ വരുന്ന ഇന്നോവേഷൻസ് എല്ലാം ആയിരുന്നു ആ ഒരു കാലയളവിൽ മെയിനായിട്ട് എല്ലാം കണ്ടുപിടുത്തങ്ങളായിരുന്നു. പിന്നെയാണ് ഈ 1881 ബാറ്ററി ടെക്നോളജി ഗ്യാസ്റ്റൺ പ്ലാന്റിന്റെ വക ബാറ്ററി ടെക്നോളജി ഇമ്പ്രൂവ്ഡ് ആയത്. ഓക്കെ, സോ ഇയാൾ വന്നു, അതായത് ഈ ഒരു ശാസ്ത്രജ്ഞനാണ് മെയിനായിട്ട് എന്തത് ഫ്രാൻസിൽ ഈ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാറുകൾ എന്തത് കൊണ്ടുവരാൻ തുടങ്ങിയത്. ഓക്കെ, സോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഈ കാറുകളിൽ അതും എങ്ങനത്തെ ഈ ഗ്യാസ്റ്റൺ പ്ലാന്റിന്റെ ഈ ബാറ്ററികളായിരുന്നു, സെല്ലുകളായിരുന്നു എന്ത് ചെയ്തത് അന്ന് ആ കാറുകളിലൊക്കെ വെച്ചു തുടങ്ങിയത്. ഓക്കെ, പിന്നീട് 1889 കാലയളങ്ങളിൽ പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ബൈ ബ്രേക്കിംഗ് ദ 100 km/h സ്പീഡ്. ഓക്കെ, അതായത് നമ്മളെ പണ്ടുണ്ടായിരുന്ന കാറുകളെല്ലാം വെറും ഒരു 20 to 30 40 ഇടയിലൊക്കെ സ്പീഡുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു 1889 മെയിനായിട്ട് എന്ത് ചെയ്തത് ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ അച്ചീവ്മെന്റ്, അതായത് 100 km/h മുകളിൽ കയറാൻ പറ്റിയ വെഹിക്കിൾസിൽ കണ്ടെത്തി തുടങ്ങിയത് ആ സമയത്തായിരുന്നു. ഓക്കെ, സോ പിന്നീട് ഈ ഏർലി 90s പീരീഡ്സിലാണ് മെയിനായിട്ട് എന്തത് ഈ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് അഡ്വാൻറ്റേജ് ഓവർ പെട്രോൾ കാർസ്. അന്നും നമുക്കിടയിൽ എന്തുണ്ടായിരുന്നു, പെട്രോൾ കാറുകൾ ഉണ്ടായിരുന്നു, ഡീസൽ കാറുകൾ ഉണ്ടായിരുന്നു, ഗ്യാസ് പവേർഡ് ആയിട്ടുള്ള കാറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബാറ്ററി ടെക്നോളജിയുടെ മാറ്റങ്ങളും അതുപോലെ വരുന്ന ഓരോ അഡ്വാൻസ്മെന്റ് ടെക്നോളജീസ് കാരണം ഈ കൂടുതലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള EV കാർസുകൾ എന്ത് ചെയ്ത് ആ നിരത്ത് കുറവാൻ തുടങ്ങി. ആ സമയത്ത് കാരണം പെട്രോളിനേക്കാൾ കൂടുതലായിട്ടും EVന്റെ പ്രൊഡക്ഷൻ വന്നിരുന്നു. ഓക്കെ, അതുപോലെ ഈ ഒരു EVയുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളായിരുന്നു എന്ത് ക്വയറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, ഭയങ്കര ഈസി ആയിരുന്നു, കോംപ്ലക്സ് അതായത് ഒരു ഗിയർ ബോക്സോ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ കൂടുതലായിട്ട് വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങളായാലും, അതേപോലെ നമ്മളൊരു പൊല്യൂഷന്റെ രീതിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ലോ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തുണ്ടായിരുന്നില്ല ഈ ഒരു വെഹിക്കിളിലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ പറഞ്ഞാൽ പിന്നെയായിരുന്നു 1892 ഈ കൊളംബസ് ഇലക്ട്രിക് കൂപ്പ് റെപ്രസെന്റ് ചെയ്തത്. അതായത് ഈ നമ്മളെ കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ബാറ്ററി ടെക്നോളജീസിലായിക്കോട്ടെ, അതേപോലെ കാറിലായിക്കോട്ടെ, മോട്ടറിന്റെ കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ, ഈ കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തത് നമ്മുടെ 1890 കൊളംബസിന്റെ ഇലക്ട്രിക് കൂപ്പ് റെപ്രസെന്റ് ചെയ്ത് വന്നു തുടങ്ങിയത്. ഓക്കെ, പിന്നീട് വന്നത് നമ്മുടെ ഗോൾഡൻ ഏജ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞാൽ മെയിനായിട്ട് 38% ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് അമേരിക്കൻ കാർസ് പറഞ്ഞാൽ കൂടുതലും എന്തായിരുന്നു നമ്മുടെ EV കാറുകളായിരുന്നു, ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഓക്കെ, അന്നും ആ ഒരു സമയത്ത് ആ സമയത്ത് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു മോഡൽ ഒരു കാറിന് ഏകദേശം $1000 മാത്രമേ വന്നിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതായത് കൂടുതലും മാർക്കറ്റ് സെഗ്മെന്റിലായിക്കോട്ടെ, അതേപോലെ നമ്മുടെ പല രീതിയിലും ഓരോരുത്തർക്കും എന്തായി ആ സമയത്ത് ഭയങ്കര സഹായമായി. ഓക്കെ, സോ ആ ഒരു സമയത്ത് തന്നെ $1000 അടുപ്പിച്ചായിരുന്നു എന്തായിരുന്നു ആ ഒരു ഇലക്ട്രിക് കാറിന് കോസ്റ്റും കാര്യങ്ങളും വന്നത്. പിന്നെ പറഞ്ഞാൽ 1912 നമ്മുടെ ഇലക്ട്രിക് കാറിന് ഏറ്റവും പീക്ക് ലെവൽ എത്തിയത്. ഓക്കെ, ഏറ്റവും പീക്ക് ലെവല് ആ ഒരു ഇലക്ട്രിക് കാറിന്റെ മാർക്കറ്റ് കയറി നിന്ന സമയമായിരുന്നു എന്തായിരുന്നു ഈ 1912 കാലങ്ങളിലായിരുന്നു. അതായത് ഇയർ ദാറ്റ് മാർക്ക് ദ peak sales of electric cars, signifying their widespread acceptance and demand. Okay, സോ പിന്നീടാണ് EV പീക്കായിട്ടുള്ള ഓരോ ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു തുടങ്ങി. ഓക്കെ, സോ ആദ്യം ഒരു EV വന്നു, പിന്നെ അതിന്റെ ഏറ്റവും കൂടുതൽ പീക്കായിട്ടുള്ള അഡ്വാൻസ്മെന്റ് ടെക്നോളജിയും കാര്യങ്ങളിലേക്കൊക്കെ എന്ത് വന്നു ഈ EV റീച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് 1913 ആദ്യം തന്നെയാണ് എഡിസൺ ഇലക്ട്രിക് കാർ റിഫ്ലക്റ്റഡ് ഡിസൈൻസ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആൻഡ് ഇലക്ട്രിക്കൽ ഡ്യൂറിങ് ദർ ഹൈഡേ. ഓക്കെ, ഈ എഡിസന്റെ ഇലക്ട്രിക് കാറുകളായിരുന്നു ഏറ്റവും 1913 കാലയളവിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാൻ തുടങ്ങിയത്. കാരണം അതിൽ യൂസ് ചെയ്ത എഡിസൺ നിക്കൽ അയൺ ബാറ്ററീസ് ആയിരുന്നു. ഓക്കെ, അത് എഡിസൺ നിക്കൽ അയൺ ബാറ്ററീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടെ തന്നെ അതിന്റെ റേഞ്ച് എന്തായി എൻഹാൻസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതേപോലെ യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ ആക്സസ് ആയിരുന്നു, അതേപോലെ നമ്മുടെ എഫിഷ്യന്റ് ഡയറക്റ്റ് ഡ്രൈവ് മോട്ടോഴ്സ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം തന്നെ ഏകദേശം 1913 തന്നെ എന്തായി ഏകദേശം നല്ല രീതിയിൽ തന്നെ ഈ ഇലക്ട്രിക് കാറുകൾ പച്ച പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, സോ 1914 വേൾഡ് വാർ നടക്കുന്ന സമയത്ത് പോലും
നമ്മുടെ സിഗ്നിഫിക്കന്റ് ഡിമാൻഡ് കൊമേഴ്ഷ്യൽ ആയിട്ടൊരു വെഹിക്കിൾസിന് അക്രോസ് വന്നായിരുന്നു. വിത്ത് അപ്രോക്സിമേറ്റ്ലി 1200ഓളം EVs ആയിരുന്നു നമ്മുടെ ഓരോ ഇതിന് വന്നായിരുന്നത്. ഓക്കെ, പിന്നെ 1917 മെയിനായിട്ട് ഡിട്രോയിറ്റ് ഇലക്ട്രിക് കൂപ്പി ആയിട്ടുള്ള അതായത് കുറച്ചും കൂടെ ലക്ഷറിയസ് ഉള്ള കാർ മോഡലുകൾ, അതുപോലെ കുറച്ച് വെൽത്തി അർബൻ കൺസ്യൂമേഴ്സിന്റെ ഇടയിലേക്കൊക്കെ മെയിനായിട്ട് ഈ കാറുകൾ പ്രദർശിക്കാൻ തുടങ്ങി. ഓക്കെ, അതായത് ലക്ഷറി പ്രൊമിനൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ എഡിസൺ നിക്കൽ അയൺ ബാറ്ററീസ് ആണ് മെയിനായിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള റീജിയണിൽ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിന്റെ റേഞ്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതേപോലെ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പഴയ കാലങ്ങളിലെ ഒരു വണ്ടിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊക്കെ ഒരു ഇന്റീരിയറിൽ ഒരു കർട്ടൻ പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ കർട്ടൻ പോലത്തെ സാധനങ്ങളൊക്കെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് പ്രസന്റ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ സിംഗിൾ ലിവർ കൺട്രോളർ ടെക്നോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആ സമയത്ത് വന്നു തുടങ്ങി. ഓക്കെ, പിന്നെ ആയിരുന്നു ആ ഒരു പിന്നെ ഒരു സമയത്ത്, അതായത് 1920 1930 കാലയളവിൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. ഓക്കെ, സോ 1920 1930 കാലയളവിൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഡിമാൻഡുകൾ വളരെ കുറയാൻ തുടങ്ങി. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്തായിരുന്നു നമ്മുടെ ഫോർഡ്. ഓക്കെ, നമ്മളെ ഫോർഡിനെ എല്ലാവർക്കും അറിയാം, ഫോർഡിന് മോട്ടോർ വെഹിക്കിൾ കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു ഫോർഡിന്റെ മോഡൽ T എന്നുള്ള ഈ ഒരു കാറിന്റെ കണ്ടുപിടുത്തമായിരുന്നു നമ്മുടെ EVയുടെ സെയിൽസ് കുറയ്ക്കാൻ കാരണമായത്. ഓക്കെ, അതായത് മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്, അതായത് ആ സമയത്ത് ഈ അതായത് ഗ്യാസ് യൂസ് ചെയ്ത് ഗ്യാസുലിന്റെ, അതായത് പെട്രോളിന്റെ, ഡീസലിന്റെ ലഭ്യതകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈ ഗ്യാസോലിൻ എല്ലാം ചീപ്പറായി, വൈഡ്ലി അവൈലബിൾ ആയി തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ ചീപ്പറായി തുടങ്ങി. ഓക്കെ, അതായത് നമ്മുടെ ആ ഗ്യാസോലിന്റെ പ്രൈസ് വളരെ കുറഞ്ഞു വന്നു. സോ ആ സമയത്ത് പറഞ്ഞാൽ ഈ ഫോർഡിന്റെ ഈ T മോഡൽ കാറുകൾ മാസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട്, അതും റേറ്റ് കുറവായതുകൊണ്ടും കൂടുതലും ആൾക്കാർ ഈ ഫോർഡ് T മോഡലായിരുന്നു കൂടുതൽ യൂസ് ചെയ്ത്. ഓക്കെ, സോ ഈ T മോഡൽ യൂസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ അഡ്വാൻറ്റേജ് ആയിരുന്നു, നമ്മുടെ ചീപ്പർ ആയിരുന്നു. അതുപോലെ EVനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് ലിമിറ്റേഷൻസ് കിട്ടി. ഓക്കെ, അതായത് നമുക്കറിയാം EV വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം അന്നൊരു കാലയളവിൽ ഏകദേശം നമുക്ക് അധിക ദൂരമൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഗ്യാസോലിന്റെ അളവ് പ്രൈസ് ചീപ്പറായതും അതുപോലെ അളവ് ലഭ്യതമായി കിട്ടുന്നതിന് കൊണ്ടും എല്ലാവരും ഈ ഫോർഡിന്റെ T മോഡൽ കാറിലേക്കുള്ള കൺവേർഷനായി. ഓക്കെ, പിന്നെ അതുപോലെ പറഞ്ഞാൽ ബെറ്റർ റോഡ്സ് വന്നു തുടങ്ങി, ലോങ് ട്രാവൽസ്, അതായത് ബെറ്റർ റോഡ്സ് വന്നതിന് ശേഷം ഓരോരുത്തർക്കും ട്രാവൽ നീഡഡ് മാറി. ഓക്കെ, ട്രാവലിന് ഓരോരുത്തരും കുറെ ദൂരത്തേക്കുള്ള യാത്രകളായി ആരംഭിച്ചു തുടങ്ങി. സോ ആ റേഞ്ച് ലിമിറ്റേഷൻസ് എല്ലാം മാറി കിട്ടിയതോടെ എല്ലാവരും ഈ ഫോർഡിന്റെ T മോഡലിലേക്കുള്ള കൺവേർഷൻ ആയിരുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ബെറ്റർ റോഡ് ആയിരുന്നു, അതുകൊണ്ട് ലോങ് റേഞ്ച് ട്രാവൽസിനൊക്കെ മെയിനായിട്ട് EVയുടെ റേഞ്ച് ലിമിറ്റേഷൻസ് ഒക്കെ മാറ്റിയതാരായിരുന്നു? ഇതായിരുന്നു. ഓക്കെ, സോ അതിന് ശേഷം ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ നമ്മളിപ്പോ ഈ ഒരു ചത്ത വ്യക്തി എഴുന്നേറ്റ് വരിക എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, അതിന് ആപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ സംഭവത്താണ്. അതായത് ഈ 1960 1990 കാലങ്ങളിൽ ഓയിൽ ക്രൈസിസ് വരാൻ തുടങ്ങി. ഓക്കെ, സോ ഈ ഓയിൽ ക്രൈസിസ് വരുന്നതോടെ ഈ EVന്റെ അഡോപ്റ്റേഴ്സ് കൂടി, അതായത് R&D ഡിപ്പാർട്ട്മെന്റുകളിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്ന് ആ സമയത്തൊക്കെ ഇതിനനുസരിച്ചിട്ട് ഇവിടെ ആര് കൂടുന്നുണ്ട്? ഗ്യാസോലിന്റെ പ്രൈസ് കൂടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഗ്യാസിന്റെ പ്രൈസും കൂടുന്നുണ്ട്, അതേപോലെ ഓയിൽ ക്രൈസിസും കൂടി. ആ സമയത്തൊക്കെ ഓയിൽ ക്രൈസിസ് കൂടുന്നതിനെ കൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് കൂടുതലും EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പല പ്ലാനുകളും കൊണ്ടു തുടങ്ങി. ഓക്കെ, സോ EVയിലേക്കുള്ള പല പ്ലാനുകളും കൊണ്ടുവന്നു. EVനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും വന്നു. അതുമല്ല, ആ സമയത്ത് ഈ ഫോർഡ് T മോഡലിന്റെ വരവോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ഗ്യാസോലിൻ ഭയങ്കര ചീപ്പായിട്ട് അവൈലബിൾ ആയിരുന്നു. സോ നമുക്കറിയാം, ഈ ഒരു ഗ്യാസോലിൻ എഞ്ചിനുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ
വരുന്ന ഒരു കുറെ ഇത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും നമ്മളെ കൂട്ടത്തിൽ വരുന്ന വേറെ സാധനമാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, അതിൽ അതായത് പ്രകൃതിയെ വീണ്ടും പൊല്യൂട്ട് ചെയ്യാൻ തുടങ്ങി. സോ പൊല്യൂഷൻ, എമിഷൻ കാരണമുള്ള പൊല്യൂഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ എന്ത് ചെയ്ത് ആ ഒരു സമയത്ത് വന്നു തുടങ്ങി. ഓക്കെ, സോ ഇതൊക്കെ അന്ന് ആ ഒരു സമയത്ത് വന്നതിനെ കൊണ്ട്, അതായത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആ റീജിയൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ആവുന്ന സമയത്ത് ഏറ്റവും മെയിൻ പ്രശ്നങ്ങളായിരുന്നു ഈ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു സമയത്താണ് ഈ ഓയിൽ ക്രൈസിസും കൂടെ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് എന്ത് ചെയ്ത് കൂടുതലും EVയിലേക്ക് പലരെയും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത് പ്രോത്സാഹനം ഓരോന്നായി, അതിപ്പോ സബ്സിഡി ആയിക്കോട്ടെ, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ചാർജിങ് സ്റ്റേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള സബ്സിഡീസും ഒരുപാട് അന്ന് കൊടുക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഈ 3 കാറുകൾ ആ സമയത്ത് ഇറങ്ങി തുടങ്ങിയത്. ജനറൽ മോട്ടോഴ്സിന്റെ EV1 എന്നുള്ള വേരിയന്റ്, അതേപോലെ ടൊയോട്ടയുടെ RAV4 EV എന്നുള്ള മോഡല്, അതേപോലെ ഹോണ്ടയുടെ EV+ എന്ന മോഡല്, ഇതെല്ലാം ആ ഒരു സമയത്തായിരുന്നു വന്നത്. ഇതിന്റെ എല്ലാം വരവോടെ കൂടെ വീണ്ടും ഇലക്ട്രിക് വെഹിക്കിൾസിന് എന്തായി, കുറച്ചും കൂടെ മാർക്കറ്റ് കൂടുതലായിട്ട് കിട്ടി. ഓക്കെ, ഇലക്ട്രിക് വെഹിക്കിൾസിന് മാർക്കറ്റ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടി. ഇലക്ട്രിക് വെഹിക്കിൾസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ വളർന്നു. പിന്നീട് നമുക്കറിയാം നമ്മുടെ ആ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ടെസ്ല റോഡ്സ്റ്റർ ആ സമയത്തായിരുന്നു നമ്മുടെ മാർക്കറ്റിലേക്ക് എൻട്രി വന്നത്. ഈ ടെസ്ല റോഡ്സ്റ്ററിന്റെ പ്രൈസ് ഒക്കെ ആ സമയത്ത് പറഞ്ഞാൽ ഏകദേശം നല്ല ഹൈ ആയിരുന്നു അല്ലെ. അതായത് ഏകദേശം ഒരു ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, താങ്ങാനുള്ള സ്കെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തേക്ക് ഇതിന്റെ പ്രൈസും കൂടി തുടങ്ങി. അതുപോലെ പക്ഷെ എന്നാലും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന രീതിയിൽ പല രീതിയിൽ അതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ പല രീതികളും പല കമ്പനീസ് എന്ത് ചെയ്തു തുടങ്ങി, ഓരോ കാറുകൾ ഇറക്കാൻ തുടങ്ങി. ഓക്കെ, അതായത് നിസാൻ ലീഫ്, അത് 2010 നിസാൻ ലീഫിന്റെ വരവുണ്ടായത്. പിന്നെ അതിനുശേഷം 2014 BMW i3. ഓക്കെ, നമുക്കറിയാം BMW ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണ് സംഭവം. ഓക്കെ, അന്നും ആ സമയത്ത് 2014 BMW i3 സീരീസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഹ്യൂണ്ടായുടെ കോണ ഇലക്ട്രിക്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഒന്ന് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അത് നമ്മളെ ഓരോ കാലുകളിൽ ഉണ്ടാവുന്ന അപ്ഡേറ്റുകൾ, അതിപ്പം ഈ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മൾക്ക് ഇനി വരുന്ന ഓരോ ടെക്നോളജിയിൽ വരുന്ന ഓരോ ടെക്നോളജി അഡ്വാൻസ്മെന്റും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതെല്ലാം മെയിൻലി നമ്മളെ സഹായിക്കും, നമ്മളെ നോളജുകൾ കൂട്ടാനും. അതുപോലെ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഇന്റർവ്യൂലായിക്കോട്ടെ പല കാര്യങ്ങളാണ്. ചിലപ്പം ചില രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ആ സമയത്തൊക്കെ നമുക്ക് മെയിൻലി എന്ത് ചെയ്യും, ഇത് മെയിൻലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നമ്മുടെ ഓരോ കൺട്രീസും 100% അഡോപ്ഷൻ, അതായത് 2050 ആകുമ്പോഴത്തേക്കും നമ്മുടെ നോർവേ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കൺട്രി ഏകദേശം 100%ഓളം EV അഡോപ്റ്റഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു നോർവേയുടെ പറഞ്ഞായിരുന്നു. അതേപോലെ നെതർലാൻഡ് ആയിക്കോട്ടെ, ഈ 2024 റിപ്പോർട്ട് പ്രകാരം നോർവേയിൽ 42.8% എന്തായിരുന്നു ആ സമയത്ത് EV ആയി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചൈന ആയിക്കോട്ടെ, ചൈന ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം ഇന്നത്തെ ഈ സമയത്ത് ഈ ഒരു കാലയളവിൽ ചൈനയിലാണ് കൂടുതലും നമ്മുടെ ബാറ്ററി മാനുഫാക്ചറിങ്, അതേപോലെ വെഹിക്കിൾ മാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ആരാണ്, ഈ ചൈന തന്നെയാണ് അല്ലെ. സോ ഈ ചൈനയിലാണ് ആ ഒരു 2024 സമയത്ത് 38.2% അവിടെ എന്തായിരുന്നു വളർന്നു വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ പക്ഷെ ശരിക്കും നമ്മളെ ഇന്ത്യയിൽ ഇതിന്റെ ബിൽഡപ്പ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അന്നും ആർക്കും നമുക്ക് എന്താ പറയാ, ഒരു വില കൽപ്പിക്കാത്ത ഒരു സാധനം പോലെയായിരുന്നു അന്ന് EVയും കാര്യങ്ങളൊക്കെ. നമുക്കറിയാം നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് പറഞ്ഞാല് ഹീറോയുടെ മറ്റേ ഇലക്ട്രിക് വേരിയന്റുള്ള ഒപ്റ്റിമ, അതേപോലെ അങ്ങനെ ചെറിയ ചെറിയ നോൺ രജിസ്റ്റേർഡ് വെഹിക്കിൾസിനാണ് ഇവിടെ അന്ന് ആ സമയത്തോടെ കുറച്ചുകൂടെ പോപ്പുലാരിറ്റിയും കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സംഭവത്തെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ട്രെൻഡുകളും കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 78.2% ഇലക്ട്രിക് കാറുകളാണ് എന്ത് ചെയ്ത് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് വന്നത്. ഓക്കെ, അതായത് ഇത് ഏകദേശം ഒരു നമ്മുടെ ഗൂഗിളിൽ നിന്നെടുത്ത ഡാറ്റയാണ്, എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. പക്ഷെ എടുത്ത ഡാറ്റ പ്രകാരം ഏകദേശം ഇതെന്താണ് പ്രോപ്പറായിട്ട് കറക്റ്റ് ആണെന്നാണ് നമ്മളൊരു നിഗമനം. സോ ഓക്കെ, 78.2% നമ്മുടെ ഇന്ത്യയിൽ ആ സമയത്ത്
ഇലക്ട്രിക് കാറുകൾ രജിസ്റ്റർ ചെയ്തായിരുന്നു ആ സമയത്ത്. നമുക്കറിയാവുന്ന പല കാറുകളുണ്ട്. ഓക്കെ, അന്ന് നമുക്കറിയാം നമ്മുടെ കുറച്ച് ഒരു കൊറോണ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കേട്ട ഒരു സംഭവമാണ് ഡൽഹിയിൽ വരുന്ന പൊല്യൂഷൻ. അതേപോലെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഡൽഹിയിൽ വരുന്ന പൊല്യൂഷൻ കാരണം പലരും അതായത് ആദ്യത്തെ കണക്ക് വെച്ച് നോക്കും 10 കൊല്ലം കഴിഞ്ഞ വണ്ടികളെല്ലാം ആ റോഡുകളിൽ ഡൽഹിയിൽ ഓടുന്നത് നിർത്തണം. അതുപോലെ ഡൽഹിയിൽ ഒരു 10 കൊല്ലത്തിന് ശേഷമുള്ള വണ്ടികൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കാത്തൊരവസ്ഥ. അന്നൊക്കെ ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇവിടെ എന്തായിരുന്നു, സെക്കൻഡ് മാർക്കറ്റിന് വലിയ വാല്യൂസ് ആയിരുന്നു. അന്നായിട്ടുള്ള അവിടെ നിന്നുള്ള സെക്കൻഡ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ രജിസ്ട്രേഷൻ ടൈം, അതായത് ആ ഒരു വാലിഡിറ്റി കഴിഞ്ഞ വണ്ടികൾ കൂടുതലും കേരളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. അതൊക്കെ നമ്മൾ കേട്ട കുറെ ന്യൂസും കാര്യങ്ങളാണ്. അതായത് അവിടുന്ന് ഡൽഹി മാർക്കറ്റിൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞ വാലിഡിറ്റി കഴിഞ്ഞ കാറുകളെല്ലാം നമ്മൾ കുറഞ്ഞ പൈസക്ക് വാങ്ങി ഇവിടെ കേരളത്തിൽ വന്ന് വലിയ പൈസക്ക് വിറ്റ കുറെ സംഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഇതിന്റെ ബാക്കിൽ വന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് കേട്ടായിരുന്നു ആ ഒരു ഡൽഹിയിൽ തന്നെ വൻ പൊല്യൂഷന് കാരണം തന്നെ നമ്മുടെ ഈ പെട്രോളും അതുപോലെ ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളായിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഡൽഹിയിൽ ഇപ്പോൾ കൂടുതലായിട്ടും എന്താണ് വിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു വെഹിക്കിൾ വാങ്ങുന്ന സമയത്ത് ഗവൺമെന്റ് ഏകദേശം ഒരു 10,000 രൂപ വരെ സബ്സിഡീസ് കൊടുത്തൊരു സമയം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഓക്കെ, അതേപോലെ പറഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഗ്രാഫ് നോക്കിയാൽ റൈറ്റ് സൈഡിലെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അതായത് വിയുടെ ഓരോ സമയത്തുണ്ടായ ഗ്രോത്തുകളാണ്. അതായത് 2020 സ്കെയിലും 2024 സ്കെയിലും നോക്കിയാൽ തന്നെ ആ പച്ച കണക്കിന് 2024 സ്കെയിലാണ്. ഓക്കെ, സോ ഈ 2024 ഉണ്ടായ സ്കെയിലും നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ആണ് ഈ 2020 വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത്. ഇത് വെറും ഗ്രാജുവൽ അല്ല, റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഈ വളർന്നു വരുന്നത്. സോ ഈ വളർന്നു വരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പുറത്ത് ഇറങ്ങുക എന്നല്ലാണ്ട് വിയിലേക്ക് വരുന്ന മാറ്റങ്ങളിൽ നമ്മളേക്ക് എന്ത് ചെയ്യുന്നില്ല, ആൾക്കാർ മാറുന്നില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം എന്താണ്, നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഈ റെവല്യൂഷൻ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരുന്ന സമയമാണ് എന്ത്, ഈ ഒരു സമയം അല്ലേ. സോ റെവല്യൂഷൻ നല്ല മാറ്റം കൊണ്ടുവരും. ഈ സമയത്ത് പലരും ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ഈ ഗൂഗിൾ മീറ്റിൽ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് വളർന്നു വരുന്ന മേഖലയിൽ നമ്മൾ കുറച്ചും കൂടെ ഈ കോഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്ന നമുക്ക് ഇതൊരു നല്ലൊരു ട്രെൻഡായി പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പച്ച പിടിക്കാൻ പറ്റുന്നുള്ളു. പലരും കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു രീതിയിലാണ്. ഓക്കെ, സോ ഇതാണ് കറണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇത് നമ്മൾ മെയിൻലി നമ്മളെ ചുറ്റിലും കണ്ടുവരുന്ന കുറച്ച് വെഹിക്കിൾസും കാര്യങ്ങളാണ്. ടു വീലർ ആയിട്ട് 3 വീലർ 4 വീലർ. ഓക്കെ, സോ ഇതൊക്കെ എല്ലാ വണ്ടികളും ഇത് ഉൾക്കൊള്ളാൻ വെച്ചിട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. നമ്മുടെ ബജാജിന്റെ ചേതക്ക്, ടി വി എസിന്റെ ഐക്യൂബ്, ഹീറോയുടെ VX2 വേരിയന്റ്, അതുപോലെ ഹീറോയുടെ VX2, അതേപോലെ ഏതറിന്റെ 450X. നമ്മളെല്ലാവരും വേറൊരു സംഭവം ഉണ്ട്, നമുക്ക് ഒല അല്ലെ. ഒല എന്നുള്ള സംഭവം പലർക്കും ഒരു തലവേദന വരുത്തിയ ഒരു കമ്പനി ആണെങ്കിലും, പക്ഷെ ഒല ആയിരുന്നു ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് പച്ചപിടിച്ചിരുന്ന സമയം. പിന്നീട് വരുന്ന അതിൽ ഓരോ ഒലയായിരുന്നു നമുക്ക് പലർക്കും തലവേദന എത്തി. പിന്നെ അതുപോലെ അതിൽ വരുന്ന കുറെ സർവീസ് മോശമാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതും കണ്ടതൊക്കെയാണ് അല്ലേ. ഓക്കെ, പിന്നെ ഈ 3 വീലറിനാണ് പിയാജിയുടെ ആപ്പ്, പിന്നെ അതുപോലെ മോണ്ട്രയുടെ ഒരുപാട് വെഹിക്കിൾസ് വരുന്ന മോണ്ട്രയ്ക്ക് 3 വീലർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ മഹീന്ദ്രയുടെ ട്രിയോ, യൂളർ, അതുപോലെ ഈ MGയുടെ ZS EV, അതേപോലെ ടാറ്റയുടെ നെക്സോൺ മാത്രമല്ല ടാറ്റ പല രീതിയിലുള്ള കാറുകളും കൊണ്ടുവരുന്നുണ്ട്. അതായത് ടാറ്റ നെക്സോൺ ആയിക്കോട്ടെ, ടിയാഗോ ആയിക്കോട്ടെ, ടിയാഗോയിലൊക്കെ എന്തുണ്ട്, EV വേരിയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ പലരും ഈ മാർക്കറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, ഈ EV മാർക്കറ്റിലേക്ക്, അതായത് പെട്രോളും ഡീസലും യൂസ് ചെയ്ത് വരുന്ന കാലത്ത് നിന്നും എല്ലാവരും മാറി എങ്ങോട്ടാണ്, ഈ EVയിലേക്ക് വരികയാണ് അല്ലേ. സോ നമുക്കറിയാം ഈ ചേതക്കൊക്കെ നമ്മള് വളർന്നു വരുന്ന സമയത്ത് പണ്ടൊക്കെ കേട്ട സാധനമാണ് ഈ ചേതക്ക് അല്ലേ. അതായത് ചേതക്ക് ബൈക്കുകളും കാര്യങ്ങളും. പക്ഷേ ഈ ഒരു EV മാറിയതോടെ, EVയിലേക്ക് ഇവരെ ഷിഫ്റ്റ് വന്നതോടെ ഓരോ മാർക്കറ്റിൽ ഉണ്ടായ വളർച്ച പറഞ്ഞാൽ നല്ല രീതിയിൽ വന്നൊരു വ്യത്യാസം പറ്റിയവർക്ക്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അതായത് EV റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ കറണ്ട് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു,
ഓക്കെ. സോ അതേപോലെ ഈ ഇ വിയിൽ വന്ന ഇന്നോവേഷൻസ്, ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മളിന്ന് മെയിനായിട്ട് പറഞ്ഞത്.